ഹലോ എവരിവൺ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പാരന്റ് പോർട്ടൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. പാരന്റ് പോർട്ടലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചറുകളിൽ ഒന്നാണ് ട്യൂട്ട് ലിങ്കിൻ്റെ. പാരന്റിന് തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രഷൻ അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു ലിങ്കിലൂടെ, നമ്മൾ ട്യൂട്ട് ലിങ്കിൻ്റെ ഒരു സെക്ഷനിലൂടെ കയറി കഴിഞ്ഞാൽ പാരന്റിന് വളരെ ഈസി ആയിക്കൊണ്ട് തൻ്റെ കുട്ടിയുടെ പ്രോഗ്രഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം ഏത് സ്റ്റുഡൻറ്റിനെയും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പാരൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് അതിൽ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിന് അയച്ചു കൊടുക്കാനുള്ള പാരൻറ്റ് പോർട്ടലിൻ്റെ ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ലിങ്കാണ് നമ്മൾ പാരന്റിന് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പാരന്റ് എപ്പോൾ ആ ലിങ്കിലൂടെ കയറുന്നോ അപ്പോഴൊക്കെ തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രഷൻ ആ പാരന്റിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ നമ്മളെ സ്റ്റുഡൻസിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എത്ര സ്റ്റുഡൻസ് നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏത് സ്റ്റുഡൻറ്റിൻ്റെ പാരന്റിനാണോ നമുക്ക് അയച്ചു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ ജാസിം എന്ന് പറയുന്ന ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരന്റിനാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ആ സ്റ്റുഡൻറ്റിൻ്റെ പേര്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിൻ്റെ പേര്, ഫാദറിൻ്റെ വാട്സപ്പ് നമ്പർ, ഫാദറിനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ആ ഒരു പാരന്റിൻ്റെ പോർട്ടൽ, ആ ഒരു പാരന്റിന് എപ്പോഴും കുട്ടിയുടെ പ്രോഗ്രഷൻ കാണാനുള്ള ഒരു പോർട്ടലാണ് അതുള്ളത്. അപ്പം ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ പാരന്റിൻ്റെ വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാരന്റ് എപ്പോൾ കയറി കഴിഞ്ഞാലും തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് നമ്മൾ ഒന്നെങ്കിൽ കോപ്പി ചെയ്തിട്ട് പാരന്റിൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഷെയർ ചെയ്യുക വാട്സപ്പ് ത്രൂ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ പാരന്റിന് എന്ത് കാണുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പാരന്റിന് ഇത്തരത്തിലുള്ള ഒരു ലിങ്കാണ് കിട്ടുക. ഇത് ഓരോ പാരന്റിനും ഡിഫറെൻറ്റ് ലിങ്ക് ആയിരിക്കും. ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ലിങ്ക് ഡിഫറെൻറ്റ് പാരന്റിന് വ്യത്യസ്തമായിരിക്കും. അപ്പം ഈ ഇത്തരത്തിലുള്ള ഒരു ലിങ്കാണ് പാരന്റിന് കിട്ടുന്നത്. അപ്പം പാരന്റ് ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ലിങ്കിൽ കയറുമ്പോൾ പാരന്റിന് എന്താണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പാരന്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് പാരന്റ് എത്തുന്നത്. ഇവിടെ നമ്മുടെ അക്കാഡമിയുടെ പേരെന്താണെന്നുള്ളത് പാരന്റിന് കാണാം. ആ കുട്ടിയുടെ പേരെന്താണെന്നുള്ളത് പാരന്റിന് കാണാം. കുട്ടിയുടെ പാരന്റിൻ്റെ പേര് അബൂബക്കർ എന്നുള്ളതാണ് പാരന്റിന് കാണാം. ആ കുട്ടിയുടെ അറ്റൻഡൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ എന്നുള്ളത് ടോട്ടലായിക്കൊണ്ട് ആ ഒരു പാരന്റിന് കാണാം. ഫീസ് എന്തെങ്കിലും ഡ്യൂ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് കാണാം. ഏതെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് കാണാം. അറ്റൻഡൻസിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കുട്ടി ഏതൊക്കെ ജൂൺ 18-ൻ്റെ, ഇപ്പം ഈ മാസത്താണെങ്കിൽ ലാസ്റ്റ് 30 ഡേയ്സിൻ്റെ ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് 30 ഡേയ്സിൽ എത്ര ദിവസം ആ കുട്ടി ലീവായിട്ടുണ്ട് എന്നുള്ളത് പാരന്റിന് കാണാൻ പറ്റും. എത്ര ദിവസം പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. 4 ദിവസത്തിൽ 3 ദിവസവും കുട്ടി ആബ്സെന്റ് ആയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഫീസ് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ ഇത് ഈ ഭാഗത്ത് കാണാം. അപ്പം ഫീസ് അടച്ചിട്ടുള്ളത് എത്രയാണ്, അത് എന്നാണ് അടച്ചിട്ടുള്ളത്, അതിൻ്റെ റെസിപ്റ്റ് നമ്പറും ഈ ഒരു പാരന്റിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ അടുത്തൊരു സെക്ഷനാണ് എക്സാം സെക്ഷൻ എന്ന് പറയുന്നത്. എക്സാം സെക്ഷനിൽ ഏതെങ്കിലും എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ മാർക്ക് എങ്ങനെയാണ്, ഓരോ തവണ പിന്നെ നടത്തിയിട്ടുള്ള എക്സാമിൻ്റെയും മാർക്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇവിടെ കാണാം. അപ്പോൾ ഓരോ മന്ത് കഴിയുമ്പോൾ കുട്ടിക്ക് പ്രോഗ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പാരന്റിന് വളരെ ക്ലിയർ ആയിക്കൊണ്ട് ഈ ഒരു പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇൻഫോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് കോച്ചിങ് സെൻറ്ററിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്താണ്, പാരന്റിനെ ഈസിലി കോൺടാക്ട് ചെയ്യാൻ അത് ഉപകാരപ്പെടുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പാരന്റിന് വളരെ ഈസി ആയിക്കൊണ്ട് ഈ ഒരു ഭാഗത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴും കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന പാരൻസിന് എപ്പോഴും ഇങ്ങനെ ട്യൂഷൻ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണാവുന്നതാണ്. കുട്ടിയോട് തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്, എന്തുകൊണ്ട് നീ ലീവായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സാമിൽ ഇത്ര മാർക്ക് കുറഞ്ഞു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പാരന്റ് പോർട്ടൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പാരന്റിന് ഹെൽപ്ഫുൾ ആവും. ഇങ്ങനെ പാരന്റ് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നമ്മുടെ ട്യൂഷൻ സെന്ററിനെ ഒരു പ്രൊഫഷണൽ രീതിയിലോട്ടൊക്കെ മാറ്റാൻ ട്യൂട്ട് ലിങ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇതാണ് പാരന്റ് പോർട്ടലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി വരും വീഡിയോയിൽ അടുത്തൊരു ട്യൂട്ടോറിയലുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.